ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചേമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചേമ്പിൻ്റെ ഇലയും അതിൻ്റെ തണ്ടുമാണ്. ഇളയ ഇല എടുക്കുക, മൂത്ത ഇല എടുക്കാണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ തണ്ട് നമ്മളെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ പുറം ഭാഗത്ത് ചെറുതായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു തൊലിയുണ്ട്, അത് നമ്മൾ ചീന്തി ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഭാഗം ഇങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. തണ്ടും ഇലയും ഒരുപോലെ നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കഴുകുക. പിന്നെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വാരി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഒരുപാട് വെന്ത് കഴിയാഞ്ഞാൽ ഇത് നമുക്ക് ചൊറിച്ചിൽ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ വേവിക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പച്ചമുളക്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര മുളകും ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് വെള്ളം ചേർക്കണം, ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇലയിൽ തന്നെ കുറച്ച് വെള്ളം വരും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. നല്ല നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ വെന്തതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കൂല കേട്ടോ. ഇത് താളിച്ചൊഴിക്കാനാണ്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ അതിലേക്ക് ഉണക്കമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ താളിച്ചൊഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ കടുക് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ താളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മളിതിന് താള് എന്നാണ് പറയുക കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചേമ്പൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒരു പണിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.